ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അതായത് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ജീവിതത്തിൽ ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലും ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. മാറ്റങ്ങൾ എന്നുദ്ദേശിക്കുമ്പോൾ അടിമുടി മാറണം എന്നല്ല. പക്ഷേ നമ്മൾ എന്നും കാണുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നും വളരെ ചെറുതായിട്ടെങ്കിലും ഒന്ന് മാറ്റാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് കേട്ടോ. അതായത് നമ്മൾ എപ്പോഴും ഒരു റൂം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കൂ. അതിലിടയ്ക്കെങ്കിലും ഒരു ചെടി വെക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കട്ടിലിന്റെ പൊസിഷൻ ഒന്ന് മാറ്റുന്നതോ അതിലുള്ള റൂം ഡെക്കേഴ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നതോ ഒക്കെ നമ്മുടെ ലൈഫിൽ ഒരു പുതിയ ഉന്മേഷം നൽകാൻ നമ്മളെ സഹായിക്കും. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു വീട്ടമ്മയാണ്, നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഒരാളാണ് എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ എന്ത് സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത് ആ സാഹചര്യത്തിനെ കുറച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ സഹായിക്കും. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു കാര്യമാണ് കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യയും ഭർത്താവും വളരെ പ്ലസന്റ് ആയിട്ട് ഭയങ്കര സ്നേഹത്തിലായിരിക്കും കഴിഞ്ഞു പോകുന്നത്. പക്ഷേ ഒരു പെർട്ടിക്കുലർ മൊമെന്റ് എത്തുമ്പോൾ അല്ലെങ്കിൽ 2 to 3 years കഴിയുമ്പോൾ പിന്നെ ആ സ്നേഹം ഗ്രാജുവലി കുറഞ്ഞു തുടങ്ങും. നമ്മൾ പറയുന്നത് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഭർത്താവിന് കൊടുത്തിട്ടുണ്ടായിരുന്ന കെയർ കുറഞ്ഞ് അത് കുട്ടിയിലോട്ട് ഡൈവേർട്ട് ആവുന്നു എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഒരേ ജീവിതം ആ പങ്കാളിയോട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രോബ്ലംസും അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു വിരസതയായി മാറും. അതിനേക്കാൾ ഉപരി നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ചെറിയ മാറ്റങ്ങളോ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ ജീവിതം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോ ഇങ്ങനെ രണ്ട് വ്യക്തികൾ, അതായത് ഹസ്ബൻഡും വൈഫും ഭയങ്കര പ്രശ്നത്തിലാണ് എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇനീഷ്യേഷൻ എടുത്തിട്ട് ഒരു ചെറിയ എക്സസൈസ് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഡയറ്റ് ഒന്നിച്ച് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് എങ്ങനെയാ ഈ ഡയറ്റും എക്സസൈസ് ഒക്കെ ഒന്നിച്ച് കണ്ടിന്യൂ ചെയ്യാം. അതായത് ഭയങ്കര ഗുരുതരമായ പ്രശ്നങ്ങളല്ല, നിങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇരുന്ന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ഡിസൈഡ് ചെയ്യുക, ഇങ്ങനെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്താലോ, ഒന്ന് ഡയറ്റ് നോക്കിയാലോ എന്ന്. ചെറിയ മാറ്റങ്ങൾ വലിയ വിജയത്തിന് തുടക്കമാവുമെങ്കിൽ അതല്ലേ നല്ലത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്നും സംസാരിക്കുന്ന ഒരു വിഷയം, അത് നെഗറ്റീവ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഇൻലോസിന്റെ പ്രശ്നമായിരിക്കാം. അതിൽ നിന്നും മാറിയിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം സംസാരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു യാത്ര പോവാം. ഇതെല്ലാം ഒരാള് ഇനീഷ്യേഷൻ എടുത്തില്ലെങ്കിൽ വേറൊരാൾ ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോ ഏറ്റവും ആദ്യം വെരി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വേറൊരാൾ നമ്മുടെ ലൈഫ് മാറ്റട്ടെ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് എങ്ങനെ മാറാൻ ശ്രമിക്കാം. അതൊരു ഹെയർ കട്ട് ആവാം. ഇപ്പൊ നിങ്ങളൊരു വുമൺ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വയം വിരസത അനുഭവപ്പെടുകയാണെങ്കിൽ, ഇപ്പൊ ഭാര്യയും ഭർത്താവും മാത്രമല്ല കേട്ടോ, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും ഇങ്ങനെ വിരസത അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ലോൺലിനെസ് ഒരുപാട് ഫീൽ ചെയ്യുന്ന, ഡിപ്രഷൻ ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സെൽഫ് എൻജോയ്മെന്റ് കണ്ടെത്താൻ സാധിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും. അവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് അവരുടെ സെൽഫ് ലുക്ക് തന്നെ മാറ്റാവുന്ന ഒരു ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഹെയർ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങളിപ്പോൾ ഒരു പുതിയ ജോലിക്ക് എൻ്റർ ചെയ്യുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് ഒരു പുതിയൊരു ഭാവത്തിലായിരിക്കും ഉണ്ടാവുക, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളൊരു അടുത്ത പുതിയൊരു സ്കൂളിലേക്ക് പോവുകയാണ്, വേണ്ട, നിങ്ങൾ നിലവിലുള്ള സ്കൂള് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പോവുകയാണെങ്കിൽ പോലും നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരിക്കും ഉണ്ടാവുക. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നിങ്ങൾ നന്നായി ഒന്ന് റെഡി ആയിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നാൽ പോലും നമുക്ക് എക്സൈറ്റ്മെന്റ് ലെവൽ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ഏതൊരാളും ഏതൊരു പുതിയ കാര്യത്തെയും പുതിയ മനസ്സോടു കൂടിയിട്ടായിരിക്കും അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ മാറ്റം എല്ലാത്തിൻ്റെയും തുടക്കമാണ്. മാറാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ പ്രതിസന്ധികളെ
അങ്ങനെ ഡള്ളായിട്ടിരുന്ന് ഫേസ് ചെയ്യേണ്ടി വരില്ല. ഭയങ്കര റിഫ്രഷ്മെന്റോട് കൂടിയിട്ട് നല്ലൊരു ഭാവത്തിൽ തന്നെ നമ്മുടെ എല്ലാ പ്രോബ്ലങ്ങളും സോൾവ് ആവും. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.